പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെൻറ് അല്ലല്ലോ. ശരി, ശ്രീ കെ ഫ്രാൻസിസ് ജോർജ്, ഇതാണ് ജോർജ് കുര്യൻ്റെ പ്രതികരണം. ഇതിപ്പോൾ കേരളത്തിനോട് മാത്രം കാണിക്കുന്ന അവഗണനയായിട്ടാണോ കാണുന്നത്? കഴിഞ്ഞ തവണ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന 1,12,000 കോടി രൂപ കേന്ദ്രം നൽകിയിട്ടില്ല എന്ന ഇതിനകം തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര പദ്ധതികൾക്കുള്ള വിഹിതം കുറയ്ക്കുന്നു. ഈ തരത്തിൽ രാഷ്ട്രീയമായി വ്യത്യസ്ത നിലപാടുള്ള സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം പൂർണ്ണമായും തടഞ്ഞു വയ്ക്കുന്നു. ഈ രൂപത്തിലുള്ള മന്ത്രിയുടെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? അതെ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ആ വാദഗതിയോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. കാരണം കേരളം പല രംഗത്തും മുന്നിലാണ്, പിന്നോക്കാവസ്ഥ പരിഗണിച്ച് മാത്രമേ സംസ്ഥാനങ്ങളെ സഹായിക്കൂ എന്ന് പറയുന്നത് ഇന്ത്യ പോലൊരു ജനാധിപത്യ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് പറയാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നോക്ക സംസ്ഥാനങ്ങളെ കൂടുതൽ സഹായിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷെ കേരളത്തിന് ഒരു സഹായവും തരില്ല, കേരളം കുറേ വികസിച്ച് മുന്നോട്ട് പോയി എന്നുള്ള ആ ഒരു സമീപനം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ വികസനം കൊണ്ട് രാജ്യത്തിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, ഇവിടെ ഇപ്പോൾ വളരെ കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നു. കേരളം വിദ്യാഭ്യാസ രംഗത്ത് മുന്നിലാണ്. വിദ്യാഭ്യാസം ചെയ്ത കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശങ്ങളിൽ പോകുന്നു, അവിടെ തൊഴിലെടുക്കുന്നു, അവരിങ്ങോട്ട് അയക്കുന്ന പണം, ആ ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അത് രാജ്യത്തിന് പ്രയോജനപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ അതുകൊണ്ട് സഹായം കുറയ്ക്കുക എന്ന് പറയുന്നത് ശരിയല്ല. നമ്മളിവിടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചത്, ആവശ്യപ്പെട്ടത്. ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് വിഴിഞ്ഞം പദ്ധതി, ആ പദ്ധതി പൂർത്തീകരിക്കാൻ 5,000 കോടി രൂപയുടെ ഒരു പാക്കേജ് വേണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിന് വേണ്ടി മാത്രമുള്ളൊരു പദ്ധതിയാണോ വിഴിഞ്ഞം പദ്ധതി? അതിൻ്റെ പ്രയോജനം ഈ രാജ്യത്തിന് മുഴുവനാണ് കിട്ടാൻ പോകുന്നത്. കേരളം ഭാഗ്യവശാൽ വിഴിഞ്ഞം ഇങ്ങനെ ഒരു സൗകര്യമുള്ള ഇൻ്റർനാഷണൽ ട്രങ്ക് റൂട്ടിൽ വളരെ അടുത്ത് ഏറ്റവും കൂടുതൽ ആഴമുള്ള മദർഷിപ്പുകൾക്ക് കടന്നു വന്ന് ചരക്കിറക്കാൻ കഴിയുന്ന ഒരു സൗകര്യം വിഴിഞ്ഞത്തുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ രാജ്യത്തിന് മുഴുവനാണ് പ്രയോജനം. കേരളത്തിന് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ അതിൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനൊക്കെ നിഷേധിക്കുക എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, കേരളത്തിൻ്റെ റബ്ബർ മേഖലയ്ക്ക് ഒരു 1,000 കോടി രൂപയുടെ പാക്കേജ് ചോദിച്ചിരുന്നു. റബ്ബർ എന്ന് പറയുന്നത് നമുക്കറിയാമുള്ളൊരു സ്ട്രാറ്റജിക് ക്രോപ്പാണ്. റബ്ബർ രാജ്യം ചലിക്കണമെങ്കിൽ റബ്ബർ വേണം. അത് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരള സംസ്ഥാനത്തിന് റബ്ബർ കർഷകരെ സഹായിക്കാൻ ഒരു പാക്കേജ് അനുവദിക്കാൻ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാകുന്നിട്ട് ചോദിക്കുകയാണ്. ഇവിടെ ഇറക്കുമതി മൂലം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ മുദ്രാവാക്യം എന്താണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇറക്കുമതി കുറയ്ക്കുക, പരമാവധി കാര്യങ്ങൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുക, രാജ്യം ഇവിടെ നിന്ന് കയറ്റുമതിയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ധനകാര്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റബ്ബർ ഇവിടെ ആവശ്യത്തിന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതിൻ്റെ പേരിലാണ് ഇറക്കുമതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇറക്കുമതി കുറയ്ക്കാൻ, റബ്ബറിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, അതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ, കർഷകർക്ക് ഒരു ന്യായവില ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പാക്കേജ് കേരളത്തിന് വേണമെന്ന് പറയുമ്പോൾ അത് അനുവദിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ വന്യജീവി പ്രശ്നം ഒന്നിടവിട്ട് ഉള്ള ദിവസങ്ങളിൽ ഇവിടെ വന്യജീവി ആക്രമണമിലും മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നമുണ്ട്. അത് നമ്മളിവിടെ വളരെ രൂക്ഷമായതുകൊണ്ട്, പ്രത്യേകിച്ച് മലയോര മേഖലയോട് ചേർന്ന് കൂടുതൽ ആളുകൾ ജീവിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്
അതിന് പരിഹാരം കാണാനുള്ള ഒരു പദ്ധതി, ഒരു പാക്കേജ് 1000 കോടി രൂപയാണ് നമ്മൾ ചോദിച്ചുള്ളൂ. തീർച്ചയായും അത് ഇവിടെ അത് കേരളത്തിൽ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരും എന്തിനാണ് പ്രതിപക്ഷവും തടസ്സം? മാത്രം എനിക്ക് ആവർത്തിച്ച് മനസ്സിലാവുന്നില്ല. ആവശ്യപ്പെടുന്നതല്ല, ഇവിടുത്തെ സഭകളും ഒന്നിച്ച് ആവശ്യപ്പെടുന്നതാണ്. അതൊരു പ്രക്ഷോഭം തന്നെ ഇവിടെ നടക്കുന്നുമുണ്ട്. അതിൽ തീർച്ചയായും അതിൽ BJP ഇപ്പോൾ സഭകളെ സ്വാധീനിക്കാനും സഭകളുടെ വോട്ട് നേടാനും ഒക്കെ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് സഭകളെ പിണക്കുന്ന ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കൂടിയുണ്ട്. ശ്രീ ഷാജി രാഘവൻ, തിരിച്ചെത്താം ഒരു 8 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം. വേഗം പൂർത്തിയാക്കാമോ? അല്ല, ഇത് സഭകളുടെയോ അങ്ങനെ ആ രീതിയിൽ ഇത് കാണേണ്ട കാര്യമില്ല. ഞാനത് BJP അതിന് ശ്രമിക്കുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും BJP അതിന് ശ്രമിക്കുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ പ്രധാനമായി ഉന്നയിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.